അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ്. അപ്പോൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും റെഡി ആയിട്ടിരിക്കാണ്ട് നമ്മുടെ വിൻസ്റ്റീസിൻ്റെ ലോകത്തിലേക്ക് കുരുന്നുകളെ കൈവരിച്ചൊഴുത്തിയ അധ്യാപകരുടെ സുദിനം ടീച്ചേഴ്സ് ഡേ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പിൾ ഇവിടെ തന്നെ ഉണ്ട്. ടീച്ചർ ഏതാ ടീച്ചേഴ്സ് ഡേക്ക് എന്താ സ്പെഷ്യൽ അല്ലേ? അധ്യാപക സംഘം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. കുട്ടികൾക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനുശേഷം ഞാൻ ജിക്സീസ്റ്റർ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ജിക്സീസ്റ്റർ അടുത്തേക്ക് പോയിട്ടാ. ടീച്ചേഴ്സ് ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത്? വിഷ് ചെയ്തേക്കല്ലേ അല്ലേ? എല്ലാ ടീച്ചർമാർക്കും ഞാൻ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തോട്ടൊന്ന് വിഷ് ചെയ്ത് കിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ HM നമുക്ക് വേണ്ടി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഓടി സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണേ കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് തന്നിട്ടാ ടീച്ചർ. അപ്പോൾ തന്നെ എന്തായാലും കൊള്ളാൻ സന്തോഷം. എനിക്കാണ് ആദ്യമായിട്ട് ഫസ്റ്റ് തന്നത് കേട്ടോ. അപ്പോൾ അതേ ഇതുണ്ട് ടെൽമ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ടെൽമ ടീച്ചർ ലീവായിരുന്നു 3 മാസത്തേക്ക്. പിന്നെ ഇപ്പോൾ ജോയിൻ ചെയ്തു. ടീച്ചർ എന്തായാലും ഈ വർഷം റിട്ടയർഡ് ആവും. ഞാൻ 2ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിലും ടീച്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊമെൻറ്റോസ് എല്ലാം നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. റോൺസ് ടീച്ചറാണ് നമ്മുടെ സ്കൂളിലെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കൊട്ടേഷൻ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു ടീച്ചർ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ്. കുട്ടികളായിട്ട് എപ്പോഴും ഇടപെടുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രായം തോന്നുന്ന ഒരു ഫീലില്ല. ഈ ടീച്ചേഴ്സ് ഇപ്പോഴും ഒരു മധുരപ്പതിനെ എന്ന് പറയുന്ന ഒരു ഫീലാണ്. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര കളി ചിരി വർത്തമാനം, സീരിയസ് ഒന്നും ഇല്ല കേട്ടോ. വലിയ സീരിയസ് ഒന്നുമില്ല. എല്ലാവരും അടിപൊളിയാണ്. എല്ലാ ആക്ടിവിറ്റീസിനും ഉണ്ടാവും കേട്ടോ. അത്രയും ആക്റ്റീവാണെന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് നമ്മുടെ എൽസബഡേസ് ടീച്ചേഴ്സ് ഡേ വിഷസൊക്കെ പറഞ്ഞിട്ടാണ്. ഹൈസ്കൂളിൽ നമുക്ക് കട്ട്ലേറ്റും സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറ സൈഡിലേക്ക് പോയിട്ട് അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. നേരെ ഞങ്ങൾ ഹാളിൽ വന്നു കഴിഞ്ഞിട്ട് ഫംഗ്ഷന് ഇനോഗ്രേഷൻ ചെയ്തിട്ടാണ്. നമ്മുടെ ഫാദർ തന്നെയാണ്, നമ്മൾ മാനേജർ അച്ഛൻ തന്നെയാണ് ഫംഗ്ഷൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടാണ്. അതിനുശേഷം നമ്മളുടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾ അപ്പോൾ സാറ് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ അഭിസംബോധന ചെയ്ത് എന്താ പറയുക അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സിനെ എല്ലാവരെയും വിളിച്ച് മൊമെൻ്റോ ഒക്കെ കൊടുക്കണം. മാർഗരറ്റ് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ വീഡിയോ പേഴ്സണലായിട്ട് പോയി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ലേറ്റായി പോയി കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ അതേ നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും പഴംപൊരിയും ചായ ഉണ്ട്. അപ്പോൾ ലീമോൾ ടീച്ചറും എൽഫോ ടീച്ചറും ടെൽമ ടീച്ചറൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലീമോൾ ടീച്ചറിന് പൊന്നാട അണിയിപ്പിച്ചിട്ട് സാറ് തന്നെ. കാരണം ഈ വർഷം ലീമോൾ ടീച്ചർ റിട്ടയർഡ് ആവും. ലീമോൾ ടീച്ചർ മാത്രമല്ല എലിസബത്ത് ടീച്ചറും ടെൽമ ടീച്ചറൊക്കെ റിട്ടയർഡ് ആവും കേട്ടോ. ഇവർ പൊന്നാട അണിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് സന്തോഷത്തിൻ്റെയാണ്. അതിന് സങ്കടത്തെ എന്താണെന്ന് അറിയില്ലാത്തൊരു ഫീലാണ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ HM അവിടെ വെച്ച് തന്നെയാണ് ഗിഫ്റ്റ്സൊക്കെ എല്ലാം തന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തന്നു, പക്ഷെ നമുക്ക് HMനൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മളുടെ റിട്ടയർഡ് ആവുന്ന ടെൽമ ടീച്ചറും എലിസബത്ത് ടീച്ചറും ലീമോൾ ടീച്ചറൊക്കെ കൂടി നമ്മുടെ HMന് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അതിന് ശേഷമായിരുന്നു നമ്മളുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ നല്ല തകർത്ത് തന്നെ കളിച്ച്, തിമിർത്ത് കളിച്ചെന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെന്താ, എല്ലാവരും ഒരു ചെറിയ ബാധകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര കമൻസൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ടയേർഡായിട്ടാണ് ശരിക്കും. ഭയങ്കര ചൂടും വെയിലും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടയേർഡായി. കാരണം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര വെയിലത്തെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് വെയിലത്തൊക്കെ മാറുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടാ. അപ്പോൾ ഫംഗ്ഷനൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. ഡാൻസ് കളിച്ച് തെറ്റിക്കാതെയൊക്കെ കളിക്കാൻ പറ്റി. എന്തായാലും മൊത്തത്തിൽ സൂപ്പറായിരുന്നു. അതേ കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ HM ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു പേഴ്സ് ആയിട്ടാണ്. പിന്നെ ബാക്കിയൊക്കെ ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്. ഇത്
നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.